മല്ലപ്പള്ളി പ്രസംഗം 2022 ജൂലൈ 4 പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പ്രസംഗിച്ച പരാമർശങ്ങൾ കുന്തവും കുടച്ചക്രവുമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ട എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് സംബന്ധിച്ച് സർക്കാർ നിയമോപദേശം തേടുകയും ചെയ്യും. നമുക്കൊപ്പം അരുൺ സോളമൻ എത്തുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, പ്രസംഗത്തിനെതിരായ കേസിൽ അന്വേഷണം തുടരാം. അത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയല്ല, സംസ്ഥാന സർക്കാരിന് കീഴിൽ തന്നെയുള്ള ഏജൻസിയാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല എന്നതാണ് ഇപ്പോൾ നിയമമന്ത്രി കൂടിയായ പി രാജീവ് വ്യക്തമാക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സാധ്യതകൾ ഇപ്പോൾ CPIM പരിശോധിച്ചിട്ടുണ്ട് ഈ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ? സുജയ, പ്രധാനമായിട്ടും ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിലൊരു വിശകലന യോഗം നടന്നത്. ഇതിൽ പ്രധാനമായും സജി ചെറിയാന്റെ വിഷയത്തിൽ ഇപ്പോൾ അദ്ദേഹം രാജിവെക്കണ്ട എന്നുള്ളത് തന്നെയാണ് CPM എടുത്ത നിലപാട്. അതിൽ പ്രധാനമായിട്ടും നിയമവകുപ്പ് മന്ത്രി രാജീവ് ഇപ്പോൾ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ വിശദീകരിച്ചത് പ്രധാനമായും കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ഒരു തുടരന്വേഷണത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. പുനരന്വേഷണവുമായി ആവശ്യപ്പെട്ടാണ് എറണാകുളം സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് ബൈജു നോയൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയത്. എന്നാൽ ഈ പുനരന്വേഷണത്തിന്റെ ആവശ്യമില്ല, തുടരന്വേഷണം വേണം. നിലവിൽ അദ്ദേഹം ഈ മന്ത്രിയായിട്ട് തുടരുന്നതിൽ പ്രശ്നങ്ങളില്ല. കാരണം അദ്ദേഹം മന്ത്രിയായി ഇരിക്കുന്നതിൽ അദ്ദേഹം പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ ഹൈക്കോടതി ആ കാര്യം ചൂണ്ടിക്കാണിക്കുമായിരുന്നു. നിലവിൽ ഈ ഒരു SHO ആണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് 2022 ഈ നടത്തിയിട്ടുള്ള മല്ലപ്പള്ളിയിൽ നടന്ന ഈ വിവാദ പ്രസംഗം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ CCTV വിഷ്വലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വീഡിയോ ക്ലിപ്പുകളോ ഒന്നും തന്നെ ഫോറൻസിക് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അതിനു മുന്നേ വളരെ തിടുക്കത്തോടു കൂടിയാണ് SHO ഇതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് എന്തായാലും തൃപ്തികരമല്ല. കോടതി അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോടതി ഇത്തരത്തിൽ ഒരു തിരിച്ചടി സജി ചെറിയാനെതിരെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും തുടരന്വേഷണത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അത് തന്നെയാണ് പി രാജീവ് ഇപ്പോൾ എടുത്തു സൂചിപ്പിക്കുന്നത്. ആ തുടരന്വേഷണത്തിൽ പ്രധാനമായും ഈ ഉദ്യോഗസ്ഥനെ മാറ്റി ഒരു ക്രൈംബ്രാഞ്ച് തലത്തിൽ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ദിവസം DGPക്ക് ഇത്തരത്തിലൊരു ഉത്തരവ് നൽകിയിരുന്നു. അതിലിപ്പോൾ അന്വേഷണ സംഘത്തെ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. DGP എന്തായാലും ഇനി സർക്കാരുമായി കൂടിയാലോചിച്ച് ഒരു നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമായിരിക്കും ഈ വിഷയത്തിൽ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുക. എന്തായാലും സജി ചെറിയാൻ അനുകൂലമായിട്ടുള്ള നിലപാടാണ് CPM സെക്രട്ടേറിയറ്റിൽ എടുത്തിരിക്കുന്നത്. അദ്ദേഹം രാജിവെക്കണ്ട എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ ക്രൈംബ്രാഞ്ച് തലത്തിൽ എന്തായാലും ഒരു അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണ സംഘം ആരായിരിക്കും എന്നുള്ളത് ഉടൻ തന്നെ നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സുജയ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് നടന്ന CPM സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. നിലവിൽ ചേർത്തലയിൽ നടക്കുന്ന ഏരിയ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ചേർത്തലയിൽ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇപ്പോൾ CPM സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് നിലവിൽ സജി ചെറിയാൻ നൽകിയിരിക്കുന്നത്. ഏതായാലും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്, അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് CPMൽ ഒരുങ്ങിയിരിക്കുന്നത്. നിലവിൽ ആദ്യം തന്നെ 2022 ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് നിന്നു. തുടർന്ന് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരികയും പൂർണ്ണമായിട്ടും കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് SHOയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്ന് അദ്ദേഹം വീണ്ടും മന്ത്രിപദത്തിലേക്ക് എത്തുന്നു. വീണ്ടും ഇപ്പോൾ 2 വർഷം അടുപ്പിച്ചെത്തിയപ്പോഴാണ് വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും ഒരു തിരിച്ചടി അദ്ദേഹത്തിനുണ്ടായത്. ആ തിരിച്ചടിയാണ് ഇപ്പോൾ വീണ്ടും വലിയ ചർച്ചയായിരിക്കുന്നത്. എന്തായാലും ഇന്ന് അടക്കം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തിരിച്ചടി ഉണ്ടായ ഒരു ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം അടക്കം, യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷം അടക്കം ഇതൊരു വലിയ ആയുധമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ വലിയ തരത്തിലൊരു ഈ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടം നടന്ന ഒരു അവസരത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു തിരിച്ചടി വരുന്നത്. എന്തായാലും ഇത് CPM എത്ര വലിയ ഗൗരവത്തിൽ തന്നെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ തുടർന്ന് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് വരുന്ന മണിക്കൂറുകളിൽ ഈ LDFന്റെ മുന്നണി യോഗം കൂടി നടക്കുകയാണ്. പ്രധാനമായും ഈ മുന്നണി യോഗത്തിൽ വരുന്ന ചർച്ചകൾ പ്രധാനമായും സീപ്ലെയിൻ പദ്ധതിയാണ്. അതിനു പുറമെ ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് ദുരന്ത മേഖലയിൽ നൽകേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ കേന്ദ്രം തള്ളിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ അരുൺ സോളമൻ, രാജിവെക്കേണ്ട എന്നൊരു തീരുമാനം CPIM എടുക്കുമ്പോൾ അത് രാഷ്ട്രീയമായി വിമർശിക്കപ്പെടും എന്നത് അവർക്ക് വ്യക്തമായ കാര്യമാണ്. കാരണം പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് നോക്കൂ, സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ച് സംസാരിച്ചിട്ടില്ല, വിമർശനാത്മക സംസാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് സംബന്ധിച്ച പരാതിയിൽ തുടർ നടപടികൾ അവസാനിപ്പിക്കാമെന്ന് പോലീസ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് മജിസ്ട്രേറ്റ് കോടതി കുറ്റവിമുക്തനാക്കുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിടുകയാണ്. ഇതിൽ പുനരന്വേഷണത്തെ സ്വാഗതം ചെയ്യുമ്പോൾ മന്ത്രിസ്ഥാനത്ത് തുടർന്നുകൊണ്ട് അന്വേഷണം നേരിടുക എന്ന് പറയുന്നതിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശിക്കാനുള്ള ഒരു സാധ്യത കൂടി മുൻനിർത്തി എന്താണ് പാർട്ടി എടുക്കുന്ന മുൻകരുതൽ? സുജയ, നിലവിൽ ഈ പുനരന്വേഷണം തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നില്ല. കാരണം സുജയ, ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണം കോടതിയിലെ ഉത്തരവുകൾ വരുന്നത് ഒരു തുടരന്വേഷണമാണ്. ആ തുടരന്വേഷണത്തിന് നിലവിൽ ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥന് മതിയാകില്ല. സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ DGP ചുമതല ഏർപ്പെടുത്തണം. അതിൽ പ്രധാനമായിട്ടും ഒരു ക്രൈംബ്രാഞ്ചിനെയാണ്. ഈ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനെ ഏർപ്പെടുത്തിക്കൊണ്ട്, സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ഏർപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം നടത്തണം. പ്രധാനമായും CCTV വിഷ്വലുണ്ട്, ഈ വീഡിയോ ക്ലിപ്പുണ്ട്. പ്രധാനമായും 2022 മല്ലപ്പള്ളി നടത്തിയ പ്രസംഗത്തിൽ വേദിയിലുള്ളവരുടെ തെളിവുകൾ മാത്രമാണ് ഈ
SHO എടുത്തിരിക്കുന്നത്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അത് തന്നെയാണ് കോടതി വലിയ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സജി ചെറിയാനെ മന്ത്രിയെ രക്ഷപ്പെടുത്താനായിട്ട് തിടുക്കം കൂട്ടി ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നു എന്നുള്ള വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള മറ്റ് ആൾക്കാരുടെ തെളിവുകൾ എടുക്കേണ്ടതുണ്ട്, അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയ വിശദമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തേണ്ടതുണ്ട്. അത്തരത്തിലൊരു അന്വേഷണം നടത്തിക്കൊണ്ടായിരിക്കണം തുടരന്വേഷണമാണ് നിലവിൽ കോടതി നൽകിയിരിക്കുന്നത്. അതാണ് ശരിക്കും സജി ചെറിയാൻ ഒരു അനുകൂലമായിരിക്കുന്നത്. കാരണം പുനരന്വേഷണം ഇല്ല, വീണ്ടും ക്രൈംബ്രാഞ്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിലുള്ള വഴിയാണ് തുറന്നിരിക്കുന്നത്. സുജയ സൂചിപ്പിച്ചതുപോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ഇതൊരു വലിയ ഒരു ആയുധമാക്കി പ്രതിപക്ഷം ഉന്നയിക്കും. യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ ഈ വലിയൊരു പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ തന്നെ ഒരു 3 സ്ഥലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഉള്ള യോഗത്തിലാണ് ഇപ്പോൾ ചർച്ച നടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ ആ ചർച്ചകൾ നടന്നിട്ടുണ്ട്. 3-3 വിജയിച്ചുകൊണ്ട് UDF വലിയ ഭൂരിപക്ഷത്തോട് മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയാണ് UDFിനുള്ളത്. അതേസമയം വരുന്ന അടുത്ത വർഷത്തോടു കൂടി തന്നെ ഈ നിയമസഭ അതുപോലെ തന്നെ ലോക്സഭ, നിയമസഭ അതുപോലെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ CPM-നെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. നിലവിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കും, സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ് വലിയ വെല്ലുവിളി. ഇത് തിരിച്ചടിയായിക്കൊണ്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പാർട്ടി പ്രതിസന്ധിയിലാവും. ഇതിൽ പ്രതിസന്ധിയിലാവുന്നതിനപ്പുറം മുഖ്യമന്ത്രിക്ക് നേർക്ക് വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും. അവിടെയാണ് ഇപ്പോൾ വീണ്ടും സജി ചെറിയാൻ വീണ്ടും കഴിഞ്ഞ ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ EP ജയരാജനായിരുന്നു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെങ്കിൽ ഈ ആഴ്ച വരുമ്പോൾ സജി ചെറിയാൻ തിരിച്ചടി നേരിടുന്നു. ഈ 2022 ഈ മല്ലപ്പള്ളി നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ തിരിച്ചടിയായത്. പ്രധാനമായും ഭരണഘടനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ രാജ്യത്തെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞു നൽകിയ ഒരു കാര്യം എഴുതി വെച്ചു. അത് 75 വർഷമായി തുടരുന്നു എന്നുള്ളത് അതിൽ പ്രധാനമായി അദ്ദേഹം പറയുന്നത്. ഇതിൽ പ്രധാനമായും പല കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജനാധിപത്യം, മതേതരത്വം എന്ന പല കാര്യങ്ങൾ ഉൾപ്പെടുത്തി അതിൽ കുന്തം, കൊടച്ചക്രം എന്ന വാക്കുകളാണ് വലിയ വിമർശനം ഉന്നയിച്ചത്.